everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 26th lecture on Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing a problem on exempted capital gains, and in this lecture we are going to discuss about capital gain on transfer of a long-term capital asset which is invested in units of a specified fund, which comes under section 54EE of Income Tax Act 1961. നമ്മൾ ഈ ലെക്ചറിൽ സെക്ഷൻ 54EEയുടെ തിയറി പാർട്ടും എക്സംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ഒരു പ്രോബ്ലവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 54EE നിലവിൽ വരുന്നത് 2017-18 എന്ന ഇയർ മുതലാണ്. ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ സ്പെസിഫൈഡ് ഫണ്ടിൻ്റെ യൂണിറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിനിന് കിട്ടുന്ന എക്സംഷനാണ് സെക്ഷൻ 54EEയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കണ്ടീഷൻസാണ് ഈ എക്സംഷൻ ക്ലെയിം ചെയ്യുന്നതിനായി ഫുൾഫിൽ ചെയ്യേണ്ടത്. കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ഈസ് the asset in which LTCG should be invested is a unit or units issued before 1/4/2019 of such specified fund as may be notified by the central government. ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അസറ്റ് എന്ന് പറയുന്നത് 1/4/2019 മുൻപായി ഇഷ്യൂ ചെയ്തതും സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തതുമായ സ്പെസിഫൈഡ് ഫണ്ടിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ്. Second condition is the new asset should be purchased within 6 months from the date of transfer of original asset. അതായത് ഒറിജിനൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 6 മന്ത്സിനുള്ളിൽ പുതിയ അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കണം. അതായത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിന് ശേഷമുള്ള 6 മാസത്തിനുള്ളിൽ ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കണം. അതായത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം 6 മന്ത്സിനുള്ളിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത 1/4/2019 മുൻപ് ഇഷ്യൂ ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്നതുമായ സ്പെസിഫൈഡ് ഫണ്ടിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കണം. തേർഡ് കണ്ടീഷൻ ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ₹50 lakh. 50 lakh rupees ആയിരിക്കണം മാക്സിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. Fourth condition is investment made out of the capital gains arising from the transfer of capital asset during the financial year and in the subsequent year shall not exceed ₹50 lakh. അതായത് ഇവിടെ പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഫിനാൻഷ്യൽ ഇയറിലും സബ്സീക്വൻറ്റ് ഇയറിലും 50 lakh rupeesനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. Fifth condition is if the new asset is transferred or converted into money within 3 years of the date of acquisition, the exempted amount of capital gain shall be chargeable as long-term capital gain of the previous year in which the new asset is transferred. അതായത് ഇവിടെ പറയുന്ന ന്യൂ അസറ്റ് അക്വയർ ചെയ്തതിന് ശേഷമുള്ള 3 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ എക്സെംപ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിനിൻ്റെ എമൗണ്ട് ഏത് പ്രീവിയസ് ഇയറിലാണോ ഈ ന്യൂ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ടാക്സ് ചെയ്യും. ഓക്കെ. ആൻഡ് ദ സിക്സ്ത് കണ്ടീഷൻ ഇസ് ദ അസസി ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ ദിസ് സെക്ഷൻ വിൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഫോർ സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതായത് ഈ പറഞ്ഞ സെക്ഷൻ 54EE പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യുന്ന ഒരു അസസിക്ക് സെക്ഷൻ 80C പ്രകാരം സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ലഭിക്കുന്ന ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 80C ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുമുള്ള ഒരു ഡിഡക്ഷൻ്റെ സെക്ഷനാണ്. ഓക്കെ. സെക്ഷൻ 54EE പ്രകാരം ഒരു അസസി എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ പറഞ്ഞ സെക്ഷൻ 80C പ്രകാരം സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനുള്ള ഡിഡക്ഷൻ ആ അസസിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇത്രയും കണ്ടീഷൻസാണ് സെക്ഷൻ 54EE പ്രകാരമുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യുന്നതിനായി ഫുൾഫിൽ ചെയ്യേണ്ടത്. ഓക്കെ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് സെക്ഷൻ 54EE ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. താങ്ക് യു ഓൾ.